എൻ്റെ പൊന്നടാവേ, എന്നാ ചൂടാ ഇത്! ഒരു രക്ഷയില്ല. ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യ, നടക്കാനും വയ്യ. വെള്ളം, ജ്യൂസ്, മോരും വെള്ളം, ഐസ്ക്രീമിനൊന്നും ഒരു ആശ്വാസവും തരാൻ പറ്റുന്നില്ല. പിന്നെ ഈ ഫാന്, എ സി, കൂളറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാമല്ലോ എന്നാ ചൂടാണെന്നറിയോ. ഈ ഭയങ്കര ചൂടിൻ്റെ അകത്ത് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ആലോചിക്കുമായിരുന്നേ. ബൈബിളിനകത്ത് 3 പേരെക്കുറിച്ച് പറയുന്നുണ്ട്: ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. അവരെ 3 പേരെയും രാജകീയ കൽപ്പന അനുസരിക്കാത്തത് കൊണ്ട് തീയിലിടാൻ വേണ്ടി രാജാവ് കൽപ്പിച്ചു. ആ തീയുടെ ചൂട് 7 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചു. നമ്മളെ കൊണ്ട് ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്നാ ചൂടായിരിക്കുമല്ലേ. പക്ഷേ ഉണ്ടല്ലോ, ആ തീയുടെ നടുവിൽ അവരുടെ രോമത്തിന് പോലും ആ തീയുടെ ഗന്ധം വെക്കാതെ ദൈവം 4-മനായിട്ട് അവരുടെ നടുവിൽ, ആ തീയുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇവരെ രക്ഷിച്ചു. എന്തുകൊണ്ടാണ് രക്ഷിച്ചതെന്നറിയോ? അവരുടെ മുമ്പിൽ കൊണ്ടുവച്ച അൽഫാമും ബാർബിക്യൂ മന്തിയൊന്നും അവർ തിന്നില്ലെന്ന്. എന്ന് വെച്ചാലില്ലേ, രാജകീയ ഭോജനമൊക്കെ അവർ വേണ്ടാന്ന് വെച്ചിട്ട് അവർ വിശ്വസിച്ച വിശ്വാസത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി അവർ ഉറച്ചു നിന്നു. 3 ചെറുപ്പക്കാരാന്ന് ഓർക്കണം. നമ്മുടെ മുമ്പിൽ ബാർബിക്യൂ മന്തിയൊക്കെ കൊണ്ടുവച്ചാൽ നമ്മൾ പിന്നെ ഇപ്പം വീണെന്ന് ചോദിച്ചാൽ മതി. ഞാൻ ആഹാരത്തെക്കുറിച്ചല്ല കേട്ടോ ഈ പറയുന്നത്. ആഹാരത്തെക്കുറിച്ച് മാത്രമല്ല, നമുക്ക് പലതും പാടില്ല എന്നറിയാം. അത് ചെയ്യരുത്, അത് പറയരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. പല അരുതുകളും നമുക്കറിയാം. പക്ഷെ നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ണടയ്ക്കും. ദൈവം കാണത്തില്ലായിരിക്കും, കണ്ടാലും ക്ഷമിക്കൂലും, പിന്നെ അപ്പനും അമ്മയും കാണുന്നില്ല, സഹോദരങ്ങൾ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ചെയ്യാൻ പാടില്ലാത്ത, അല്ലെ നമുക്ക് അരുതാത്ത കാര്യങ്ങൾ പലതിലേക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് പോകാറുണ്ടല്ലേ. ആ ഇൻട്രസ്റ്റ് പോയാലൊരു കുഴപ്പമുണ്ട്. ചന്ദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബദ്ധനോടിൻ്റെയും കൂടെ ദൈവം നിന്നത് അവർ വിശുദ്ധിക്ക് വേണ്ടി നിന്നുകൊണ്ടാണ്. നമ്മുടെ കൂടെ ദൈവം നിൽക്കണമെങ്കിൽ, ആപത്തിലും അബദ്ധത്തിലും കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധിയോടൊക്കെ നിൽക്കണം. അല്ലാണ്ട് നമ്മുടെ തോന്നിവാസത്തിനും മൂടായ്പിനും ഒക്കെ പോയിട്ട് എന്നെ അപകടവും ആപത്തും ഒക്കെ വരുമ്പോൾ ദൈവമേ എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞൊക്കെ പ്രാർത്ഥിച്ചാൽ ദൈവം ചിലപ്പം കൂടെ നിന്നൊന്നും വരത്തില്ല കേട്ടോ. അതുകൊണ്ട് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പാടില്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് നമുക്കറിയാലോ. അതിൻ്റെ പുറകെ പോകരുത്. ആരും കണ്ടില്ലെങ്കിലും എല്ലാം കാണുന്ന സർവശക്തനായൊരു ദൈവം മോളുണ്ട് നമ്മുടെ കൂടെ. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന തലമുറയോട് കൂടെ ദൈവം നിൽക്കത്തുള്ളൂ കേട്ടോ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, കൂട്ടുകാരോട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നാൽ, നിങ്ങളുടെ ഏത് ആപത്ഘട്ടത്തിലും, എന്തവസ്ഥയിലും, നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ 7 മടങ്ങ് വർദ്ധിച്ചാലും അതിൻ്റെ നടുവിൽ നിങ്ങൾക്കൊരു പോറൽ പോലും പറ്റാതെ കർത്താവ് നിങ്ങളുടെ കൂടെ നിൽക്കും. നല്ലൊരു സഖിയായി, നല്ലൊരു സഖാവായി, നല്ലൊരു അപ്പനായ അമ്മയായി നിങ്ങളുടെ കൂടെ നിൽക്കും കേട്ടോ. അപ്പോൾ ആ വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയായി വളർന്നു വരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.